ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. നാരായണ 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 നാരായണ. രുക്മിവധം. മുന്നം മാധവൻ രുക്മി തന്നെയും അവമാനിച്ചന്നു രുക്മിയും, പിന്നെ കൈലാസവാസിഹരൻ തന്നെയും 3 വർഷം തിഗ്മമാം തപം ചെയ്തു. അന്നേരം ശിവൻ താനും ശത്രു സംഹാരത്തിനായി നന്ദിച്ചു രുക്മിക്കൊരു ചാപവും നൽകിയിടിനാൻ. വന്ദ്യനാം നാരായണൻ തന്നോടീ വില്ലുകൊണ്ടു നേരിട്ടിതെന്നാകിലോ വില്ലിതു മുറിഞ്ഞിടും. പരന്മാരായ ശത്രുവർഗം നീ ജയിച്ചാലും. ഇത്തരമരുൾ ചെയ്തു ശങ്കരൻ മറഞ്ഞിതു ചിത്തമോദേന വില്ലുമെടുത്തു മാനമോടെ. പിന്നെയും ഭോജകടെ രുക്മിയും വസിച്ചിട്ടു ഉന്നത പ്രൗഢിയോടും മന്നരെ ജയിച്ചിതു. പിന്നെ മാധവൻ തന്നോടേറ്റീല ധനുസ്സതു തന്നുട നാശഭയം കൊണ്ട് സംശയത്താലേ. പിന്നെയും കൃഷ്ണനോടു വൈരവും രുക്മിക്കുള്ളിൽ മന്ദിച്ചു ശങ്കരനെ ധ്യാനിക്ക മൂലമെടോ. പിന്നെയും തത്സോദരി തന്നിലെ പ്രേമം കൊണ്ടും തന്നുട മകൾ പ്രദ്യുമ്നനെയും മോഹിച്ചിതു. ഏവമെല്ലാമേ വിചാരിച്ചു രുക്മിയും വൈരഭാവത്തെ എല്ലാം ഉള്ളിൽ മറച്ചു മകൾ തൻ്റെ കല്യാണമതു കഴിപ്പിച്ചു. പ്രദ്യുമ്നായിട്ടുല്ലാസത്തോടു മറ്റു നൃപന്മാരൊരുമിച്ചു വന്നു സംകരം തുടങ്ങിയിടിനാരവരെയും. വെന്നു പ്രദ്യുമ്നേകരഥനായി യുദ്ധം ചെയ്തു ഉത്തമയായ രുക്മാവതിയെ കൊണ്ടുപോന്നു. സത്വരം പുറംപുക്കു കല്യാണോത്സവം പൂണ്ടു കന്യക തൻ്റെ പാണി പിടിച്ചു വഴി പോലെ. പിന്നെ വൈദർഭി തൻ്റെ നന്ദനാചാരുമതി തന്നെയും കൊടുത്തിതു. കൃതവർമാവു തൻ്റെ നന്ദനൻ തനിക്കായി സ്ത്രീധനാദികളോടും. പ്രദ്യുമ്നതനയനാമനിരുദ്ധനെ പിന്നെ ഉദ്യോഗത്തോടും ചിത്രലേഖ താൻ കൊണ്ടുപോയി ബാണന്റെ മകളായൊരുഷയോടൊന്നിപ്പിച്ചു. ബാണപുത്രിയെ നന്നായി കല്യാണം കഴിപ്പിച്ചു. പിന്നെയും രുക്മി തൻ്റെ പുത്രൻ്റെ മകളായ സുന്ദരി രോചനയെ വൈരങ്ങൾ കളഞ്ഞിട്ടു. മന്നവൻ രുക്മി നന്ദിച്ചനിരുദ്ധനു നൽകി. അന്നല്ലോ മുസലിയും കൃഷ്ണാദിയതുക്കളും സുന്ദരഗാത്രിയായ വൈദർഭിതാനുമായി ഒന്നിച്ചു ഭോജകടമായ മന്ദിരം പുക്കു നന്ദിച്ചു കല്യാണവുമായി കൊണ്ടുവാഴുന്ന നാൾ. അന്നു രുക്മിയും നന്നായി സൽക്കാരമതും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ രുക്മിയോടുര ചെയ്തു മന്നവൻ കലിംഗനും ഗൂഢമായുദ്ധമപ്പോൾ. ചൂതിങ്കൽ ജയിക്ക നീ രാമനെ എന്നുമിന്നു ചൂതിങ്കൽ പരിചയമില്ലടോ രാമനെന്നും. ഇന്നിതല്ലാതെ നാം ഇന്നവരെ അവമാനമൊന്നിലും ചെയ്യുന്നതു യോഗ്യമല്ലിനിയടോ. എന്നതു കേട്ടു രുക്മി നന്നെന്നു ചൊല്ലി നന്നായി രാമനുമായി ദേവനം തുടങ്ങിനാൻ. 100,000 പിന്നെ 10,000 പാരമായി വാതു പറഞ്ഞിടിനാരിരുവരും. വച്ചതു വച്ചതെല്ലാം തോറ്റിതു ബലഭദ്രൻ. ഉച്ചത്തിൽ ചിരിച്ചിതു കലിംഗൻ പല്ലുകാട്ടി. കോപിച്ചു രാമൻ ലക്ഷമിന്നിനി പണയമെന്നാകാംക്ഷയോടും ചൊല്ലിച്ചിഷയായി വച്ചു പിന്നെ. അന്നേരം രാമൻ ജയിച്ചിടിനാൻ രുക്മി തന്നെ. ഇന്നിതു ജയിച്ചിതും ഞാനെന്നു രുക്മി ചൊന്നാൻ. അന്നേരം അസത്യത്തെ കേട്ടു കോപിച്ചു രാമൻ. പിന്നെയുമേറ്റം ചൊല്ലിപ്പണയമതിൽ നിന്നു ധന്യനാം രാമൻ രുക്മി തന്നെയും ജയിച്ചിതു. അന്നേരം മുന്നേ പോലെ രുക്മിയും ചൊല്ലിയിടിനാൻ.
ഇന്നും ഞാൻ ജയിച്ചിതു സംശയമില്ല എന്നും. അല്ലായിൽ കണ്ടു നിൽക്കും അന്യരാം ജനം ചൊൽവിൻ. അന്നപ്പോൾ എന്നപ്പോൾ നൃപരെല്ലാം രുക്മി തൻ പക്ഷം ചൊന്നാർ. അന്നേരം അശരീരി വാക്യവുമുണ്ടായി വന്നു. രുക്മിയെ ജയിച്ചിതു രാമൻ സംശയമില്ല. രുക്മിയും തോറ്റു രാമൻ തന്നോടു ചൂതു തന്നിൽ. ഇത്തരം അശരീരി വാക്കും സമ്മതിയാതെ മൃത്യുതൻ സമയമങ്ങാകയാൽ രാമനോടു പിന്നെയും അസത്യവാൻ രുക്മിയിങ്ങനെ ചൊന്നാൻ. നന്നായി ജയിക്കണം മാനത്തെ വേണമെന്നാൽ കാടകം തന്നിൽ വാഴും ഗോപാലനായ ഭവാനിയുടെയും ചൂതിലേതും ശീലമില്ലതുമല്ല. പോരു തന്നിലും ചൂതു തന്നിലും പരിചയം വീരരാം മന്നോർക്കുണ്ടായി വന്നിടുമോർക്ക സഖേ. ഇത്തരം രുക്മി തൻ്റെ വാക്യത്തെ കേട്ട നേരം എത്രയും കൈകൾ കൊട്ടിച്ചിരിച്ചു നൃപന്മാരും. എത്രയും കോപത്തോടു രാമനുമെഴുന്നേറ്റു ചിത്രമായിരിപ്പോരു പരിഘമെടുത്തിട്ടു. രുക്മി തന്നെയും തച്ചു കൊന്നിതങ്ങതു കണ്ടു. രുക്മിതൻ സഹായരാം നൃപന്മാർ മണ്ടിയിടിനാർ. വേഗത്തിൽ ചാടി രാമൻ പിടിച്ചു കലിംഗനെ. വേഗത്തിൽ ദന്തമിടിച്ചയച്ചു യമപുരെ. പിന്നെയും ദുഷ്ടന്മാരാം ഭൂപരെ ചെന്നു രാമൻ ഒന്നൊന്നേ അടിച്ചതു കണ്ടവർ ശിരസ്സുകൾ പാണികൾ നേത്രങ്ങളും പാദങ്ങൾ തോളോരോന്നായി വീണുപോയി ചോരയൊലിച്ചോടിപ്പോയി നൃപന്മാരും. ഭീതി പൂണ്ടൊക്കെയോരോ ഗുഹകൾ പുക്കൊളിച്ചു. ചൂതിങ്കലവയെല്ലാം കണ്ടു കൃഷ്ണനും അപ്പോൾ. ഒന്നുമേ മിണ്ടിയിലതു നന്നായിതെന്നു ചൊന്നാൽ തന്നുട വൈദർഭിക്കു പ്രിയമായി വരായിതു. നല്ലതല്ലെന്നു ചൊന്നാൽ രാമനും പ്രിയമല്ല. വല്ലതെന്നാലും ഒന്നും മിണ്ടാത മുകുന്ദനും അനിരുദ്ധനും ഭാര്യമാരുമായി തേരിലേറി തന്നുടെ ദ്വാരാപുരി പുക്കുവാണിതു നന്നായി. രാമനും അവിടത്തിൽ ഭീഷ്മകാദികളോടും സാമോദം വാണു സർവാർത്ഥാദികൾ സമസ്തവും. മാധവൻ തങ്കൽ സമർപ്പിച്ചവർ സൗഖ്യമായി മാധവാശ്രയമായി വാണിതു ദാശാർഹന്മാർ. ബാണയുദ്ധം. കേൾക്കടോ ബാണാസുരൻ തന്മകൾ തന്നെ വേട്ടാനാക്കമേറിയിടും പ്രദ്യുമ്നാത്മജൻ അനിരുദ്ധൻ. ഉത്തമൻ മഹാബലി തനിക്കു 100 പുത്രർ ഉദ്ഭവിച്ചതിൽ മുമ്പൻ ബാണനെന്നറിഞ്ഞാലും. ശങ്കര നൃത്തകാലേ മുരശുവാദ്യങ്ങളാൽ ശങ്കരം വിശേഷമായി സേവിച്ചു ബലിപുത്രൻ. ഭക്തവത്സലൻ ഹരൻ സന്തുഷ്ടനായിട്ടപ്പോൾ ഭക്തനാം ബാണൻ തനിക്കായിരം ബാഹു നൽകി. പിന്നെയും അരുൾ ചെയ്തു വേണ്ടുന്ന വരങ്ങളെ നന്നായി വരിച്ചു കൊൾകെന്നിതു ശിവൻ താനും. അന്നേരം അപേക്ഷയായെന്നുമെൻ ഗൃഹം കാത്തുമെന്നെ രക്ഷിച്ചു കൊൾക വേണമെന്നർത്ഥിച്ചിതു. അന്നേരം ഗുഹഗണേശാദിഭൂതങ്ങളോടും പന്നകവിഭൂഷണൻ പാർവതീയുക്തനായി ചെന്നു ബാണന്റെ പുരഗോപുരേ വാണിയിടിനാൻ. ചന്ദ്രശേഖരം വന്ദിച്ചുദ്ധത വീര്യമതം തന്നുള്ളിൽ വളർന്നു ചൊല്ലിയിടിനാൻ ബാണാസുരൻ. നിന്തിരുവടി തന്ന ഹസ്തങ്ങളെനിക്കിന്നു സന്തതം ഭാരമായി വന്നിതു സഹസ്രവും. എന്നോടു യുദ്ധം ചെയ്യുവാൻ നിന്തിരുവടി ഒഴിഞ്ഞിന്നോർത്താൽ ഒരുവനുമില്ലല്ലോ ലോകങ്ങളിൽ. ഇത്തരം ബാണവാക്യം കേട്ടു കോപിച്ചു ശിവൻ. സത്വരം ചൊന്നാൻ കേട്ടുകൊള്ളുക ബലിസുത. നിന്നുട കേതു മുറിഞ്ഞിടുന്ന നാളിൽ വരും. എന്നോടു തുല്യനേകൻ നിന്നോടു പൊരുതവൻ. നിന്നുട ബലമതമടക്കുമെന്നു കേട്ടു നന്ദിച്ചു ബലിസുതൻ മാനസേ ദുർമദത്താൽ. മാനിച്ച കേതു തന്നെ ദിവസം നോക്കി നോക്കി മാണിതങ്ങൊരു ദിനം ബാണന്റെ മകളായ ഏണാംഗമുഖിയവൾ ശിവനെ വന്ദിപ്പാനായി ചെന്നു വന്ദിച്ചിതപ്പോൾ ശങ്കരനനുജ്ഞയും നന്നായി വരികെന്നു നൽകിയ നേരമവൾ. ശങ്കരൻ തന്നംഗത്തിലിരിക്കും ഗൗരി തന്നെ പങ്കജമുഖിയുഷ കണ്ടു ചിന്തിച്ചു ചിത്തേ. എനിക്കും ഇതുപോലെ നല്ല കാന്തനുമായി
രമിച്ചു വസിപ്പതിനെന്നു കൈവരുമെന്നു നിനച്ചു കന്യകതൻ ചിത്തത്തെ കണ്ടു ദേവി മന്ദഹാസവും പൂണ്ടങ്ങുഷയോടരുൾ ചെയ്തു. സുന്ദരി, തവ ചിത്തം ഞാൻ അറിഞ്ഞിതുമെടോ. ഇന്നേക്കു മുതൽ 3 ദിനത്തിലകം സ്വപ്നെ നിന്നെയും രമിപ്പിച്ചു പോയിടുമൊരു പുമാൻ. നിന്നുടെ കാന്തനവൻ താനായി വരുമതിനൊന്നുമേ സന്ദേഹമില്ലെന്നതു കേട്ട നേരം വന്ദിച്ചു ലജ്ജയോടും ചെന്നുഷ ഗൃഹം പുക്കാൾ. ചണ്ഡികാദേവി വാക്യം ചിന്തിച്ചു ചിന്തിച്ചുള്ളിൽ ചണ്ഡിക പറഞ്ഞുള്ള 3 നാൾ ചെന്ന ശേഷം വിഭ്രമത്തോടു തളർന്നുറങ്ങിയവളപ്പോൾ സുഭ്രുവാൾക്കൊരു പുമാൻ വന്നവൻ കിനാവിങ്കൽ ഒന്നിച്ചു രമിപ്പിച്ചിതെന്നു കണ്ടുഷ താനും. ചിത്തവിഭ്രമത്തോടു പുണർന്നാളവൾ തഥാ ചിത്തമോഹന കാമസുന്ദരം കാണായികയാൽ അയ്യയ്യോ ചതിച്ചിതോ എൻ കാന്താ ഭവാനെന്നു മയ്യേലും മിഴിമുറയിട്ടിതു ദുഃഖത്തോടെ. അന്നേരം ബാണമന്ത്രിയാകിയ കുംഭാണ്ഡാക്യനെന്നവൻ തൻ്റെ പുത്രി ചിത്രലേഖയാം തോഴി രോദനം കേട്ടിട്ടള അവൾ ഉണർന്നങ്ങുഷയോടു മോദമോടുര ചെയ്താൾ മന്ദഹാസവും പൂണ്ടു. എങ്ങു പോയിതു നിന്റെ കാന്തനാം മനോഹരൻ? സുന്ദരീ, വിവാഹവും ചെയ്തതാരടോ ചൊൽക. നിന്നെയും ചതിച്ചങ്ങു പോയ കാന്തനങ്ങേവൻ. സുന്ദരി, ഞാനുമറിഞ്ഞീലതു പറയണം എന്നതു കേട്ട നേരമുഷയും ചൊല്ലിയിടിനാൾ. നിന്നുടെ ഹാസ്യമല്ല എൻ മനസ്താപം പരം എന്നതു കേട്ട നേരമുഷയും ചൊല്ലിയിടിനാൾ. നിന്നുടെ ഹാസ്യമല്ല എൻ മനസ്താപം പാരം. സുന്ദരനായിടുന്ന പുരുഷനോടും കൂടി കന്ദർപ്പലീല പൂണ്ടു കിടന്നേൻ കിനാവിൽ ഞാൻ. ചിത്തവിഭ്രമത്തോടങ്ങുണർന്നു നോക്കും നേരം ചിത്തജതുല്യൻ തന്നെ കണ്ടതുമില്ല ഞാനും. സുന്ദരനായിടുന്നോരവനെ പിരിഞ്ഞിനി എന്നുമേ ജീവിച്ചിരുന്നിടുകയില്ല ഞാനും. ഇത്തരമുഷാവാക്യം കേട്ടു കുംഭാണ്ഡപുത്രി ചിത്തസാമർഥ്യമേറ്റമുള്ളവളതു നേരം ചിത്രരൂപമായോരോ പുരുഷന്മാരെയെല്ലാം എത്രയും തുല്യമായിട്ടെഴുതി ചിത്രലേഖ. ദേവവംശങ്ങളെയും മാനുഷവംശത്തെയും ദേവരാം കൃഷ്ണരാമ പ്രദ്യുമ്നരിവരെയും നന്നായിട്ടെഴുതിനാളെന്നതിൽ പ്രദ്യുമ്നനെ സുന്ദരിയുഷ കണ്ടു ലജ്ജയാ നിൽക്കുന്നതു കണ്ടതു നേരം ചിത്രലേഖയും അനിരുദ്ധം കണ്ടതുപോലെ ചിത്രമെഴുതി കാണിച്ചപ്പോൾ സുന്ദരിയുഷ മമ കാന്തനിപ്പുമാനെന്നാൾ. അന്നേരം ചിത്രലേഖ ചൊല്ലിനാൾ ഖേദിയാതെ നിന്നുടെ കാന്തം വരുത്തിയിടുവനിപ്പോൾ ഞാനും എന്നു കുംഭാണ്ഡപുത്രി പറഞ്ഞു പുറപ്പെട്ടു. അന്യന്മാരാരുമറിയാതവൾ മായയാലേ ദ്വാരകാപുരി പുക്കു നിദ്രയിൽ അനിരുദ്ധം പാരാതെ കൊണ്ടുപോന്നു സഖിക്കു നൽകിയിടിനാൾ. കാമനന്ദനൻ തൻ്റെ കായവൈഭവം ചൊൽവാനാമല്ല പണി എന്നതേ പറയേണ്ടു. സുന്ദരനാകുമവനൊന്നിച്ചു ബാണപുത്രി തന്നുടെ ദുഃഖം വിട്ടുവാണിതു സുഖത്തോടെ. സുന്ദരിയോടും അനിരുദ്ധനും അതുപോലെ അന്യോന്യം ചേർന്നു രാഗം വർദ്ധിച്ചു വാണമൂലം. കാലം പോയതുമേതുമറിഞ്ഞതില്ലെന്നവർ മാലോകരറിയാതെ ഗൂഢമായിരുവരും രമിച്ചു വസിക്കും നാൾ കന്യകാ ചിഹ്നങ്ങളാൽ ഗണിച്ചു പുരസ്ത്രീകൾ കന്യകൈവൾ കോർത്താൽ. പുരുഷ സംഘമുണ്ടു സംശയമില്ല എന്നു പുരവാസികൾ തമ്മിൽ രഹസ്യവാക്യമായി. കന്യക തൻ്റെ കാവൽക്കാരായോരൊരു ദിനം സുന്ദരമനിരുദ്ധം കണ്ടു കന്യകയോടും ചിത്തത്തിൽ ഭയം പൂണ്ടു ബാണനോടവസ്ഥകൾ ചിത്തവിഭ്രമത്തോടു ചൊല്ലിനാർ രക്ഷിവൃന്ദം. ദൂഷണവാക്യം കേട്ടു ദുഃഖേന ബാണാസുരൻ ദോഷവും രോഷവും പൂണ്ടു കന്യ തന്നുടെ ഗൃഹം പുക്കു. ദൂഷണവാക്യം കേട്ടു ദുഃഖേന ബാണാസുരൻ രോഷവും പൂണ്ടു കന്യ തന്നുടെ ഗൃഹം പുക്കു. സുന്ദരപ്രവരനായിടുന്ന പുമാനോടുമൊന്നിച്ചു വസിക്കുന്ന പുത്രിയെ കാൺകയാലേ എത്രയും വിസ്മയത്താൽ കോപവും പൂണ്ടു ബാണൻ
സത്വരം ബന്ധിപ്പിനെന്നിങ്ങനെ പറഞ്ഞിതു. ദൈത്യേന്ദ്രവാക്യത്താലെ ദൈത്യരങ്ങടുത്തപ്പോൾ എത്രയും കോപത്തോടും അനിരുദ്ധനും വേഗം മെച്ചമേറിയിടും വട്ടപ്പരിഘമെടുത്തിട്ടു തച്ചു കൊന്നൊടുക്കിനാൻ ദൈത്യഭൃത്യരെയെല്ലാം. സൈന്യങ്ങൾ നശിച്ചതു കണ്ടൊരു നേരം ബാണൻ ദൈന്യവും പൂണ്ടു കോപാൽ അടുത്തു യുദ്ധം ചെയ്താൻ. പിന്നെയങ്ങവർ തമ്മിലുണ്ടായ യുദ്ധങ്ങളെ ഇന്നു ചൊല്ലുവാനേറ്റം പണിയുണ്ടതുകൊണ്ടു ബാണനും കുറഞ്ഞൊന്നു പൊരുതോരനന്തരം ക്ഷീണത പൂണ്ടു വാങ്ങി പിന്നെ തന്മായാബലാൽ നാഗാസ്ത്രമെയ്തു ബന്ധിച്ചിടിനാൻ അനിരുദ്ധം. വേഗേന കെട്ടിയിട്ടു ബാണനും ഗൃഹം പൊക്കു. സുന്ദരൻ അനിരുദ്ധനായ കാന്തനെ ബന്ധിച്ചെന്നു കേട്ടു ശതാനുമെത്രയും ശോകത്തോടെ കരഞ്ഞു കരഞ്ഞവൾ വാണിതു ദുഃഖത്തോടും. വീരനാം അനിരുദ്ധൻ നാഗാരിവാഹനനെ സ്മരിക്ക മൂലം കൊണ്ടു മുഷയും ഗൗരി തന്നെ സ്മരിച്ചു ഭർതൃരക്ഷ വരുത്തിക്കൊണ്ടിടുവാൻ. ആകയാൽ അനിരുദ്ധനേതുമേ നാഗാസ്ത്രത്തിൻ ശോകമൊന്നുമേ ഏറ്റതില്ലവനറിഞ്ഞാലും. സുന്ദരനായിടുന്നൊരനിരുദ്ധനെ പിന്നെ എങ്ങുമേ കാണായ്കയാൽ ദുഃഖിച്ചു ദ്വാരകയിൽ എല്ലാരും തിരഞ്ഞെങ്ങും കാണാഞ്ഞു ദൈവഗതിയെല്ലാമെന്നുറച്ചു വാണിടിനാർ 4 മാസം. അക്കാലം ദ്വാരകയിൽ നാരദൻ താനും ചെന്നു സൽക്കരിച്ചിതു മുകുന്ദാദികളതു നേരം. വൃത്താന്തമെല്ലാം അറിയിച്ചിതു കൃഷ്ണനോടും ഉത്തമന്മാരാം യദുവീരന്മാരെല്ലാരോടും. വാർത്തകൾ കേട്ടു കൃഷ്ണൻ ചിത്തകോപവും പൂണ്ടു സാത്യകി പ്രദ്യുമ്ന സാമ്പാദികളെല്ലാവരും രാമനും യദുസൈന്യമൊക്കെയും പുറപ്പെട്ടു ഭൂമിയും കീഴ്മേലാശുമറിയുമാറങ്ങനെ. അന്നു ശോണിതപുരേ ബാണന്റെ കേതുവതു ഭിന്നമായതു കണ്ടു ബാണനും സന്നദ്ധനായി നിന്നിതു. യാദവന്മാർ സൈന്യസമ്മേളത്തോടും ചെന്നിതു ബാണൻ തൻ്റെ രാജ്യത്തു കടന്നവർ. കോട്ട തന്മതിൽ കിടങ്ങന്നിവ തകർത്തവർ കൂട്ടമിട്ടാർത്തു ചെല്ലും വരവു കണ്ടു ബാണൻ. യാദവ സൈന്യത്തോടങ്ങാർത്തടുത്തിതു വേഗം മോദമോടേറ്റം മതമുൾക്കൊണ്ടു സൈന്യത്തോടും എതിർത്തു തമ്മിൽ യുദ്ധം തുടങ്ങിയോരോ തരം. എതിർത്തു ശിവഗണഭൂതവൃന്ദങ്ങളെല്ലാം ബാണനു ബന്ധുവായ ശങ്കരഗണങ്ങളും ഏണാങ്കചൂടൻ താനും എതിർത്തു ശിവ ശിവ. ബാണസൈന്യവും ശിവസൈന്യവും യദുസൈന്യം പ്രാണസംശയം വിട്ടു തുടർന്ന സംഗ്രാമത്തെ ചൊല്ലുവാനാർക്കുമെളുതല്ലെന്നേ ചൊല്ലിക്കൂടു. ബ്രഹ്മാദിദേവഗണമമ്പരെ നിറഞ്ഞിതു വന്ദനീയന്മാർ തമ്മിലെന്തെന്ന ശങ്കയോടും. ശങ്കരഗണങ്ങളും മാധവൻ താനുമായി ശങ്കയന്യെ യുദ്ധം ചെയ്തിതു പലതരം. ദിവ്യാസ്ത്രങ്ങളും ഓരോന്നാവോളം പ്രയോഗിച്ചു ദിവ്യന്മാരൊന്നിനൊന്നു തുല്യമായി പൊരുതിതു. തങ്ങളിൽ പിന്നെ ദ്വന്ദ്വയുദ്ധങ്ങൾ തുടർന്നിതു. പൊങ്ങിന കോപത്തോടെ സീരിയും മുസലത്താൽ കൊന്നു കുംഭാണ്ഡകൂപകർണന്മാരായോരെയും ഒന്നൊഴിയാതെയവർ സൈന്യവും നശിപ്പിച്ചു. ഗുഹനും പ്രദ്യുമ്നനുമേറ്റിതുരണമതിൽ ഗുഹനും വിമുഖനായി പ്രദ്യുമ്നോടു തോറ്റാൻ. ബാണനന്ദനൻ സാമ്പൻ തന്നോടുമേറ്റിയിടിനാൻ. ബാണങ്ങളേറ്റവനുമോടിയങ്ങൊളിച്ചിതു. ബാണനും സാത്യകിയും തങ്ങളിലെതിർത്തിതു. ക്ഷീണതയന്യേ രണം ചെയ്തിതു വഴി പോലെ. ശങ്കരൻ തൻ്റെ ബാണം മാധവൻ ഖണ്ഡിക്കയാൽ ശങ്കരൻ കോപിച്ചേറ്റു മാധവൻ തന്നോടായി. മാധവീ ഗിരീന്ദ്രജാകാമുകന്മാരും തമ്മിൽ ബാധിച്ചു ചെയ്തരണമാരിഹ പറയുന്നു. ശങ്കരഭൃത്യരായ പ്രമഥഭൂതഗുഹ്യ ഡാകിനി അപസ്മാരവേതാള വിനായക പ്രേതമാതൃക്കൾ പിശാചാദി കൂഷ്മാണ്ഡ ബ്രഹ്മരാക്ഷസാദികളായോർ തുടർന്നു യുദ്ധമതും. എത്രയും ഘോരം മഹാഘോരമിതത്യദ്ഭുതം ചിത്രമെത്രയുമെന്നേ ചൊല്ലാവൂ നമുക്കെല്ലാം. ശങ്കരനാരായണന്മാരുടെ യുദ്ധം കണ്ടു പങ്കജാസനൻ താനും കഷ്ടമെന്നുര ചെയ്താൻ.
ദിവ്യാസ്ത്രമോരോ തരം തുടങ്ങി ശിവൻ താനും ദിവ്യനാം കൃഷ്ണൻ താനും പ്രത്യസ്ത്രമേതീടിനാൻ. അഗ്ന്യസ്ത്രേ പാശിനാസ്ത്രമിന്ദ്രാസ്ത്രമാസുരത്താൽ മഗ്നമാക്കുന്നു ബ്രഹ്മാസ്ത്രത്തിനെ ബ്രഹ്മാസ്ത്രത്താൽ. വായവ്യേ പർവ്വതാസ്ത്രം പാർജന്യേ പാശുപതം മായാസ്ത്രത്തിനുമായ ഇങ്ങനെ പൊരുതവർ. ജൃംഭണാസ്ത്രത്താൽ ശിവൻ തന്നെ മാധവൻ താനും സ്തംഭനമാക്കി വേഗം ബാണന്റെ സൈന്യങ്ങളെ ഒക്കെയും ഒടുക്കിനാൻ. അന്നേരം ബാണാസുരൻ ചിക്കന്നു വന്നു കൃഷ്ണൻ താനുമായേറ്റിയിടിനാൻ. 500 കരങ്ങളിൽ 500 വില്ലും ധരിച്ച് 500 കരങ്ങളിൽ 1000 ബാണത്തോടും അഞ്ജനശൈലം പോലെ വന്മദത്തോടു വന്നു കഞ്ചലോചനനായ മാധവൻ തന്നോടേറ്റാൻ. ബാണങ്ങൾ കൽപ്പാന്തത്തിൽ വർഷത്തെ പോലെ കൃഷ്ണൻ ബാണനു നേരെ ചൊരിഞ്ഞിടിനാൻ. അവൻ താനും ബാണവർഷത്തെ ചെയ്തു തങ്ങളിൽ നിൽക്കുന്നേരം. ബാണമല്ലാതെ ദിശി കാൺമാനില്ലറിഞ്ഞാലും ബാണന്റെ ധനുസുകൾ തേരതുമിവയെല്ലാം ബാണം കൊണ്ടാശു കൃഷ്ണൻ പൊടിച്ചു കളഞ്ഞപ്പോൾ. ബാണനെ കൃഷ്ണൻ കൊല്ലുമെന്നോർത്തു ബാണമാതാ നാണമെന്നിയെ കേശമഴിച്ചു നഗ്നയായി. കേശവൻ മുമ്പിൽ വന്നു നിന്ന കോടരാ തന്നെ കേശവൻ നോക്കിയിടാതെ പിന്നോക്കി വാങ്ങിയിടിനാൻ. ധർമ്മയുദ്ധത്തിലിത്തം വന്നു നിന്നിടുന്നേരം ധർമ്മവുമല്ല പിന്നെ അന്നേരം യുദ്ധമതു. വില്ലുകൾ തേരുമെല്ലാം നശിച്ചു ബാണൻ ചെന്നു വല്ലാതെ പുറം പൊക്കുവാണിതു വിഷണ്ണനായി. അന്നേരം ശിവജ്വരം ത്രിശിരസ്ത്രിപാദേന വന്നുടൻ യാദവന്മാർ തമ്മെയും ബാധിച്ചിതു. അന്നേരം കൃഷ്ണൻ ശിവജ്വരത്തെ ബാധിപ്പാനായി നന്നായി വിഷ്ണുജ്വരം തന്നെയും അയച്ചിതു. പാരമായി പൊരുതിതു ജ്വരങ്ങൾ തമ്മിൽ പിന്നെ പാരാതെ ശിവജ്വരം തോറ്റുമണ്ടുന്ന നേരം. പിന്നാലെ വിഷ്ണുജ്വരം ചക്രതേജസ ചെന്നു ഖിന്നമായി ശിവജ്വരം പാഞ്ഞു പാഞ്ഞാർത്തനായി. ഭക്ഷിപ്പാനാരുമില്ലെന്നുള്ളത്തിലുറച്ചവൻ രക്ഷിപ്പാൻ കൃഷ്ണാന്തികെ പുക്കു വന്ദിച്ചു കൃഷ്ണം. നമസ്തേ സർവാത്മകായാനന്ദശക്തേ പരം. നമസ്തേ സർവാത്മകായാനന്ദശക്തേ പരം. നമഃ കേവലജ്ഞപ്തിമാത്രായ നമോ നമഃ. വിശ്വത്തിന് സൃഷ്ടിസ്ഥിതി സംഹാരഹേതുവായ വിശ്വരൂപായ ബ്രഹ്മരൂപായ ശാന്തായ തേ. നമസ്തേ കാലാത്മനെ കർമ്മജീവസ്വഭാവ. നമസ്തേ ക്ഷേത്രപ്രാണ ദേഹസംഘായ നമഃ. സകലജാതബീജനാദിയായിടുന്നതും സകല ജാതങ്ങളെ മോഹിച്ചു നിൽക്കുന്നതും ഏകനായിടും നിന്റെ ലീലയാ നാനാഭാവം. ഏകനായകനായി ദേവസാധുക്കളെയും ലോകധർമ്മങ്ങളായ ഹേതുക്കൾ വിഭാഗിച്ചു ആകവേ നിയമിച്ചു മോക്ഷമാർഗങ്ങളെയും സൃഷ്ടിക്കും സ്ഥിതിലയങ്ങൾക്കും കാരണനായി വിഷ്ടപേശ്വരനാകും നിന്തിരുവടിയുടെ അത്യുഗ്രമായിരിക്കും ജ്വരത്തെ കൊണ്ടിന്നു ഞാൻ സന്താപപ്പെട്ടു നമസ്കരിപ്പൂ തൊൽപാദാബ്ജേ. സന്താപമെത്ര നാളുണ്ടത്ര നാളേക്കുമഹ നിന്തിരുവടിയുടെ പാദാബ്ജേ നമസ്കാരം. സന്താപമെത്ര നാളുണ്ടത്ര നാളേക്കുമഹം നിന്തിരുവടിയുടെ പാദാബ്ജേ നമസ്കാരം. നിന്നുടെ പാദാംബുജം വണങ്ങിയിടുന്നതാകിൽ പിന്നെയങ്ങവർക്കൊരു താപങ്ങളുണ്ടാകുമോ? ഇന്നു നിന്തിരുവടി തന്നുടെ ജ്വരത്തിങ്കൽ നിന്നെന്നെ വേർപെടുത്തു പാലിക്ക ലക്ഷ്മീപതേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യഃ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.